ഇന്ന് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാം. അപ്പം ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്, നല്ല കുറവ് കാലറിയുമാണ്. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഒരു മുട്ടയാണ്. അപ്പം ഒരു മുട്ട ഞാൻ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു മുട്ട യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ ഒരു മുട്ടയോ അല്ലെങ്കിൽ മറ്റൊരു മുട്ടയുടെ വെള്ള യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ 2 മുട്ട വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പം അതൊക്കെ ഓരോരുത്തരുടെ പ്രയോറിറ്റി. ഞാനിപ്പം ഒറ്റ മുട്ടയിലാണ് ചെയ്യുന്നത്. അപ്പം മുട്ടയിലോട്ട് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൽ കുറച്ച് കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് കുരുമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പച്ചക്കറികളോ എന്തെങ്കിലും ചേർക്കണമെങ്കിൽ, അതായത് ഉള്ളിയോ അല്ലെങ്കിൽ മുളകോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർക്കണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. അല്ലെങ്കിൽ ഇതിനകത്ത് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പച്ചക്കറികൾ ചേർക്കണമെങ്കിൽ അതും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അതൊക്കെ കംപ്ലീറ്റ്ലി നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പം ഞാനിപ്പോൾ ഉപ്പും കുരുമുളകും മാത്രമേ എടുത്തിട്ടുള്ളൂ. നല്ലതുപോലെ നമുക്ക് ഒന്ന് അടിച്ചു കൊടുക്കാം. അപ്പം അതേ നമ്മുടെ മുട്ടയൊക്കെ നമ്മൾ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ദോശപാത്രം അടുപ്പത്തോട്ട് വെക്കാം. നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കണം. അതിനുശേഷം നമ്മൾ ഈ അടിച്ചു വെച്ചിട്ടുള്ള നമ്മളുടെ മുട്ടയുണ്ടല്ലോ, അത് നമുക്ക് നമ്മളുടെ ഈ പാത്രത്തിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്സുകൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറന്നു പോകരുതേ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ കൂടെ ഇനേബിൾ ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. അപ്പോൾ മുട്ട നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ഇതുപോലെയൊക്കെ ഒന്ന് പരത്തിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു മുട്ട മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് എനിക്ക് പരത്തിയെടുക്കാൻ ഒരു അല്പം ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഒന്നിൽ കൂടുതൽ മുട്ട യൂസ് ചെയ്യുവാണെങ്കിൽ അല്പം കൂടെ ക്വാണ്ടിറ്റി കാണുമല്ലോ, അപ്പോൾ നമുക്ക് പരത്തിയെടുക്കാൻ ഇച്ചിരി കൂടെ എളുപ്പമായിരിക്കും. എന്നാലും ഒരു മുട്ട ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ബ്രൗൺ ബ്രെഡാണ്. അപ്പം ഹെൽത്തിയർ ആയിട്ട് നമ്മൾ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇതുപോലെ ഹെൽത്തിയർ ആയിട്ടുള്ള ബ്രെഡ് ഓപ്ഷൻസും കൂടെ നമ്മൾ എടുക്കണം. വൈറ്റ് ബ്രെഡ് ഞാൻ ഉപയോഗിക്കുന്നില്ല, അതിന് പകരം ഞാൻ യൂസ് ചെയ്യുന്നത് ബ്രൗൺ ബ്രെഡാണ്. അപ്പം ഒരു വെയിറ്റ് ലോസ് ജേർണിയിലൊക്കെയാണ് എങ്കിൽ ബ്രൗൺ ബ്രെഡ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇവിടെ ഞാൻ ഒരു ബ്രെഡ് 2ആയിട്ട് മുറിച്ചാണ് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 2 ബ്രെഡ് മുഴുവനായിട്ട് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പം മുട്ടയുടെ അളവ് ഒരല്പം കൂടെ കൂട്ടണം. എന്നിട്ട് ഒരു സൈഡ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. നമ്മൾ ഈ ബ്രെഡ് നമ്മൾ ഇതിലോട്ട് വെക്കുമ്പം ഒട്ടും തന്നെ ഡ്രൈ ആവുന്നതിന് മുന്നേ തന്നെ, അതായത് മുട്ട ഡ്രൈ ആവുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഈ ബ്രെഡ് വെക്കണം. അല്ലെങ്കിൽ ബ്രെഡ് കാര്യമായിട്ട് ഇങ്ങനെ ഒട്ടിയിരിക്കത്തില്ല. അപ്പോൾ ഒരു സൈഡ് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് നമ്മൾ അപ്പുറത്തെ സൈഡിലെ മുട്ടയും ഒന്ന് വേവിക്കണം. അതുപോലെ തന്നെ ബ്രെഡ് നമ്മളിതുപോലെ ഒന്ന് മൊരിയിച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് നമ്മളുടെ ഈ ഒരു റെസിപ്പിക്ക്. എന്നിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ബ്രെഡിൻ്റെ ആ മുട്ടയുടെ അരികൊക്കെ നമുക്ക് ബ്രെഡിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെയൊക്കെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കാം. മടക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിപ്പോൾ ഇതിനകത്ത് കാർബോഹൈഡ്രേറ്റ്സും പ്രോട്ടീൻസും മാത്രമല്ലേ ഉള്ളൂ. അപ്പം കുറച്ച് ഫാറ്റ്സും ഉണ്ട് മുട്ടയ്ക്കകത്തുള്ള. ഇനി നമുക്ക് ഇതിന് കുറച്ച് ഫൈബർ കണ്ടൻറ്റ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു കുക്കുംബർ ഇതുപോലെ അരിഞ്ഞ് വെക്കുന്നുണ്ട്. കുക്കുംബറോ അല്ലെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് തക്കാളിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ നിങ്ങൾക്ക് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു കുക്കുംബർ മാത്രമേ വെച്ച് കൊടുക്കുന്നുള്ളൂ. അത് ഞാനിപ്പോൾ ഒരു കുക്കുംബറെ കുറച്ച് ഭാഗം വെച്ച് കൊടുക്കുന്നുള്ളൂ, ബാക്കി ഞാൻ അല്ലാതെയാണ് കഴിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഒന്ന് തിരിച്ച് മടക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളുടെ അടിപൊളി ആയിട്ടുള്ള ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു മീൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് ബ്രെഡ് ഉണ്ട്, കാർബോഹൈഡ്രേറ്റ്സിന്, പ്രോട്ടീൻസിന് നമ്മളുടെ മുട്ടയുണ്ട്. പിന്നെ നമ്മൾ അധികം എണ്ണയൊന്നും യൂസ് ചെയ്യുന്നത്, കാരണം ഇത് ഒരു നോൺ സ്റ്റിക്ക് തവ ആയതുകൊണ്ട് തന്നെ ഞാൻ അതിനകത്ത് എണ്ണ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ഫൈബറിന് കുക്കുംബറും ഉണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ, നല്ല ഹെൽത്തി ആയിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. പിന്നെ ഇതിനകത്ത് നമ്മളൊരു കുക്കുംബറിൻ്റെ പകുതി മാത്രമേ അരിഞ്ഞു വെച്ചിട്ടുള്ളൂ. ബാക്കി കുക്കുംബറും കൂടെ നമ്മൾ അല്ലാതെ കഴിക്കുവാണെങ്കിൽ നമ്മുടെ വയറൊക്കെ നല്ല സൂപ്പറായിട്ട് ഫില്ലാവും കേട്ടോ. അപ്പം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുക്കുംബറിന് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓഫീസിലൊക്കെ പോകേണ്ടവർക്ക് രാവിലെ ഒരു സൂപ്പർ ഈസി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ സ്കൂളിൽ നമുക്ക് സ്നാക്ക് ബോക്സിൽ കൊടുത്തു വിടാനും ഒക്കെ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സ് ഒക്കെ ഒന്ന് അറിയിക്കുക. സിമ്പിളായിരിക്കും, എന്നാലും നല്ല പവർഫുള്ളാണ് കേട്ടോ. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും ബൈ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നേക്കരുതേ. അതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറന്നേക്കരുതേ. ബൈ.